രാശിചക്രത്തിൽ കർക്കടക രാശിയുടെ അവസാന ഭാഗത്താണ് ആയില്യം നക്ഷത്രം വരുന്നത്. ചുറ്റിപ്പിണയുന്നത് അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുന്നത് എന്നെല്ലാം അർത്ഥം വരുന്ന ഈ നക്ഷത്രം ജ്യോതിഷപരമായി ചില പ്രത്യേകതകൾക്ക് പേരുകേട്ടതാണ്. നാഗദേവന്മാരെയാണ് ഈ നക്ഷത്രത്തിന്റെ അധിപതിയായി കണക്കാക്കുന്നത്. അതിനാൽ ആയില്യം നക്ഷത്രക്കാരെ നാഗബന്ധമുള്ളവരായും കണക്കാക്കാറുണ്ട്. ബുധനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപഗ്രഹം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിശാലികളും കൗശലക്കാരുമായിരിക്കും. ഇവർക്ക് നല്ല ഓർമ്മശക്തിയും വിശകലന ശേഷിയും ഉണ്ടാകും. തന്ത്രശാലികളായ ഇവർക്ക് സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. എങ്കിലും ചിലപ്പോൾ പിടിവാശിയും സംശയ സ്വഭാവവും ഇവരിൽ കണ്ടുവന്നേക്കാം. മറ്റുള്ളവരുടെ മനസ്സറിയാനും അവരെ സ്വാധീനിക്കാനുമുള്ള കഴിവ് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. 2025 ഒക്ടോബർ മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ചില വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ ഉണ്ടാകാം. പൊതുവെ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമായി വരും. ചില അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ടെങ്കിലും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവയെ മറികടക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. ഒക്ടോബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വരുമാനം സാധാരണ നിലയിൽ തുടരുമെങ്കിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചെലവുകളും കടന്നുവരാം. അത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചെറിയ ആശങ്കകൾക്ക് വഴിവെച്ചേക്കാം. എന്നിരുന്നാലും ശരിയായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെയും ഈ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കും. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ മാസം വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മുതിരുന്നത് അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ച് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ നന്നായി പഠിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക. തൊഴിൽ രംഗത്ത് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം സ്ഥിരമായ വരുമാനം പ്രതീക്ഷിക്കാം. ശമ്പള വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ സാധ്യത കുറവാണെങ്കിലും നിലവിലുള്ള ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് വലിയ കുറവുകൾ ഉണ്ടാകില്ല. എന്നിരുന്നാലും ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ ജോലിഭാരം കൂടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും സാമ്പത്തികപരമായ തീരുമാനങ്ങളെയും ബാധിച്ചേക്കാം. തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ പ്രോജക്റ്റുകളോ ചുമതലകളോ ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാനും സഹായിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ജോലിസ്ഥലത്തെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുകയും നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക. ബിസിനസ് ചെയ്യുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല ശ്രദ്ധ ആവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങൾക്ക് മുതിരുന്നത് സൂക്ഷിച്ചു വേണം. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ എല്ലാ സാധ്യതകളും അപകട സാധ്യതകളും പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ലാഭത്തിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ പ്രതീക്ഷിക്കാനാവില്ലെങ്കിലും സ്ഥിരമായ ഒരു വരുമാനം നിലനിർത്താൻ സാധിക്കും. ചില പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഇറങ്ങുന്നതിന് മുമ്പ് പങ്കാളിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് നിയമപരമായ ഉപദേശം തേടുന്നത് ഉചിതമാണ്. വിപണിയിലെ മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. കഠിനാധ്വാനവും ആസൂത്രണവും ഈ മാസം ബിസിനസ്സിൽ വിജയം നേടാൻ അത്യന്താപേക്ഷിതമാണ്. നിക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധ ആവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. വലിയ റിസ്കുകളുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ മാസം ഉചിതമാണ്. നിലവിലുള്ള നിക്ഷേപങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ല സമയമായിരിക്കും. എന്നാൽ ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ റിസ്ക് കൂടുതലാണ്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ അതിനു മുമ്പ് നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നത് നല്ലതാണ്. സ്വർണം, വെള്ളി തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് ഒരു പരിധിവരെ സുരക്ഷിതമായിരിക്കും. ഈ മാസം ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ്. അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിൽ നിന്നും അനാവശ്യമായ യാത്രകളിൽ നിന്നും വിട്ടുനിൽക്കുക. ആരോഗ്യപരമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അതിനായി ഒരു തുക മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കുടുംബപരമായ ആവശ്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അത്യാവശ്യമില്ലാത്ത കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കുക. കടബാധ്യതകളെ സംബന്ധിച്ചിടത്തോളം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പുതിയ കടങ്ങൾ വാങ്ങുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. അപ്രതീക്ഷിത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ കടം വാങ്ങേണ്ടി വന്നേക്കാം. എന്നാൽ അങ്ങനെയെങ്കിൽ തിരിച്ചടവ് ശേഷിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ഉയർന്ന പലിശ നിരക്കുകളുള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ ശ്രമിക്കുക. കടം വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ ആവശ്യകതയെക്കുറിച്ച് നന്നായി ആലോചിക്കുക. ഈ മാസം വരുമാന സ്രോതസ്സുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നിലവിലുള്ള വരുമാനം സ്ഥിരമായി
സ്ഥിരമായി കിട്ടും. എങ്കിലും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. പാർട്ട് ടൈം ജോലികളോ ഫ്രീലാൻസിംഗ് അവസരങ്ങളോ പരിഗണിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. പുതിയ കോഴ്സുകൾ പഠിക്കുന്നത് ഭാവിയിൽ മെച്ചപ്പെട്ട വരുമാനത്തിന് വഴിയൊരുക്കും. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും. കുടുംബ ബഡ്ജറ്റിൽ ഈ മാസം ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ചിലവുകളും രേഖപ്പെടുത്തുകയും അതിനനുസരിച്ച് പണം വിനിയോഗിക്കുകയും ചെയ്യുക. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് സുതാര്യത ഉറപ്പാക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ചെലവുകൾക്ക് മുൻഗണന നൽകുക. അപ്രതീക്ഷിതമായ ചെലവുകൾക്കായി ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുന്നത് ബുദ്ധിപരമായ നീക്കമായിരിക്കും. കുടുംബപരമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുമ്പോൾ അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കുക. ഈ മാസം സാമ്പത്തിക ആസൂത്രണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഭാവിയിലേക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. റിട്ടയർമെന്റ് പ്ലാനുകൾ, കുട്ടികളുടെ ഭാവി എന്നിവയ്ക്കായി ഇപ്പോൾ മുതൽ സമ്പാദിക്കാൻ തുടങ്ങുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു സാമ്പത്തിക സുരക്ഷാ പദ്ധതി തയ്യാറാക്കുന്നത് ഉചിതമാണ്. ആരോഗ്യപരമായ ചെലവുകൾ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അല്പം സ്വാധീനിച്ചേക്കാം. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് അപ്രതീക്ഷിത ചെലവുകളെ നേരിടാൻ സഹായിക്കും. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ ചികിത്സ തേടുന്നത് വലിയ ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യപരമായ ജീവിതശൈലി നയിക്കുന്നത് രോഗങ്ങളെ പ്രതിരോധിക്കാനും അതുവഴി പണം ലാഭിക്കാനും സഹായിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹായം തേടാൻ മടിക്കരുത്. സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തികപരമായ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കും. സാമ്പത്തികപരമായ ദോഷങ്ങൾക്ക് ആയില്യം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ചില പ്രത്യേക പരിഹാരങ്ങൾ നോക്കുമ്പോൾ സാമ്പത്തിക ഉന്നതിക്കായി മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ്. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് താമരപ്പൂക്കൾ അർപ്പിക്കുകയും ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുക. ലക്ഷ്മി ദേവിക്ക് വിളക്ക് തെളിയിക്കുകയും പായസം നിവേദിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യം നൽകും. ലക്ഷ്മി പൂജ, ശ്രീ സൂക്ത ജപം എന്നിവ വീട്ടിൽ നടത്തുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കനകധാര സ്തോത്രം ദിവസവും ജപിക്കുന്നത് ധനലാഭത്തിനും കടബാധ്യതകൾ മാറാനും വളരെ ഫലപ്രദമാണ്. ഇത് പതിവായി ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ദിവസവും ഗണപതി മന്ത്രം ജപിക്കുകയും ഗണപതിക്ക് അപ്പം, മോദകം എന്നിവ നിവേദിക്കുകയും ചെയ്യുക. ഗണപതി ഹോമം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ധനത്തിന്റെ ദേവനായ കുബേരനെ ആരാധിക്കുന്നത് ധനവരവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കുബേര യന്ത്രം വീട്ടിൽ സ്ഥാപിക്കുകയും ദിവസവും കുബേരമന്ത്രം ജപിക്കുകയും ചെയ്യുക. സ്വന്തമായി സർപ്പക്കാവുള്ളവർ അത് നല്ല രീതിയിൽ പരിപാലിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. നാഗദൈവങ്ങൾക്ക് പാലഭിഷേകം, നൂറും പാലും എന്നിവ നടത്തുന്നതും നല്ലതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സത്യസന്ധതയും ധാർമ്മികതയും പുലർത്തുന്നത് ഐശ്വര്യകരമാണ്. അന്യായമായ ധനസമ്പാദന രീതികൾ ഒഴിവാക്കുക. നികുതികൾ കൃത്യമായി അടയ്ക്കുകയും സാമ്പത്തികപരമായ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ദാനധർമ്മങ്ങൾക്കായി നീക്കിവെക്കുന്നത് പുണ്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തികപരമായ ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് ബുധന്റെ പ്രീതിക്ക് നല്ലതാണ്. 2025 ഒക്ടോബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി ഒരു നിർണായക സമയമാണ്. ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാമെങ്കിലും ശരിയായ ആസൂത്രണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അവയെ മറികടക്കാൻ സാധിക്കും. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ഭാവിയിലേക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക.